ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. സ്നാനഘട്ടത്തോട് ചേർന്നുള്ള 13-ാം സ്പോട്ടിൽ ഭൂഗർഭ റഡാർ പരിശോധന തുടങ്ങി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഇടമാണിത്. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ഈ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഇടമാണിത്, സ്പോട്ട് 13. അവിടെ ഈ ഭൂഗർഭ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് തുടക്കമാവുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കമാണത്. എന്താണ് അതിൻ്റെ പുതിയ വിവരങ്ങൾ, റഹീസ്? ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ധർമ്മസ്ഥലയിലെ പരിശോധന കടന്നു പോകുന്നത്. അതിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ചത് കൊണ്ട് തന്നെ ഈ സ്പോട്ട് 13 അത് ആദ്യം മുതൽ തന്നെ വളരെ സ്പെക്യുലർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനമുള്ള ഒരു സ്പോട്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്ന സ്നാനഘട്ടത്തോടെ ഏറ്റവും അടുത്ത് ചേർന്നുള്ള പ്രദേശമായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ മൃതദേഹം മറവ് ചെയ്ത പ്രദേശമായി സ്പോട്ട് 13നെയാണ് അദ്ദേഹം കാട്ടിക്കൊടുത്തിരുന്നത്. മാത്രമല്ല, റോഡിനോട് ഏറ്റവും ചേർന്നുള്ള പ്രദേശം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മണ്ണിട്ട് ഉയർത്തിയ ഒരു പ്രദേശം കൂടിയാണിത്. ഏതാണ്ട് ഈ സ്നാനഘട്ടത്തിൻ്റെ തറയോട് ചേർന്നായിരുന്നു ശുചീകരണ തൊഴിലാളി അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ പ്രദേശമുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവിടെ മണ്ണിട്ട് ഉയർത്തിയിരുന്നു. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട് ഈ സ്പോട്ട് 13 ആദ്യം മുതൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവിടെ പരിശോധന നടത്താതെയാണ് കഴിഞ്ഞ 2-3 ദിവസമായി മറ്റിടങ്ങളിലൊക്കെയും SIT സംഘം പരിശോധന നടത്തിയത്. ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കണം എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ധർമ്മസ്ഥലയിൽ എത്തിച്ചു. അല്പസമയം മുൻപ് അവിടെ പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലുള്ള മാപ്പിംഗ് ഒക്കെയും നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പരിശോധനയിൽ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, ഇതൊരു വലിയ ഏരിയയാണ്, ആ വലിയ ഏരിയയിൽ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധന നടത്താനാണ് SITയുടെ നീക്കം. അതും ചെറിയ കുഴി എടുത്താൽ പോരാ. കഴിഞ്ഞ തവണയൊക്കെ ഒരു 3 അടി 4 അടി കുഴിച്ച് അവിടെ ഒന്നുമില്ല എന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആ പ്രൊസീജിയർ അവിടെ നിർത്തുക എന്നുള്ളതായിരുന്നു SITയുടെ നീക്കം. പക്ഷേ ഇത്തവണ അങ്ങനെ നടക്കില്ല. ഇത് ഏതാണ്ട് ഒരു 10 അടിയിലധികമൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുൻപ് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരുന്ന ആ താഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. അപ്പോൾ പരിശോധന അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കർണാടക നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP അംഗങ്ങൾ ഈ അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അവർ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്, ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി നിയമസഭയെ അറിയിക്കണം, കാര്യങ്ങൾ തങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം, ഇതൊരു ഹൈന്ദവ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനെതിരെയുള്ള അറ്റാക്കാണ് എന്നുള്ള തരത്തിലാണ് BJP നേതാക്കൾ പറയുന്നത്. 2, ഈ ശുചീകരണ തൊഴിലാളിയുടെ 13-ാം സ്പോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ചിലയിടങ്ങളിൽ പരിശോധന നടന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം. ഈ 13-ാം സ്പോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നിലവിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഏത് തരത്തിലാണ്? ഈ സംഭവത്തിൽ അന്വേഷണ സംഘം സത്യത്തിൽ കുഴഞ്ഞിരിക്കുകയാണ്. കാരണം ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ അധികമായും കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അസ്ഥികളാവും ലഭിക്കുക എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ലഭിച്ച അസ്ഥികളിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ 2 എണ്ണം പുരുഷന്മാരുടേതാണ്. ആ അസ്ഥികൾ പുരുഷന്മാരുടേതാണ്. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ ക്ലെയിമിൽ എന്തെങ്കിലും ഒരു കോട്ടം തട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ബലാത്സംഗ കൊല മാത്രമല്ല അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്, മറ്റ് നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ പലതിൻ്റെയും പേരിൽ അവിടെ ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബലാത്സംഗ കൊലപാതകം എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഫൈൻഡിങ്സും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അത്തരത്തിലുള്ള അസ്ഥികൾ ലഭിച്ചിട്ടില്ല, തെളിവുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും കുറേയധികം അസ്ഥികളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. അത് ഫോറൻസിക് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും പുനെയിലും ഒപ്പം തന്നെ ബംഗളൂരുവിലുമാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലം വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു കൃത്യമായുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇതിപ്പോൾ ഈ കുഴിയെടുത്ത് പരിശോധന തുടങ്ങിയിട്ട് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന തുടങ്ങിയ 2 ആഴ്ച കഴിയുന്നുണ്ട്. ശുചീകരണ തൊഴിലാളി പറയുന്ന ഇടങ്ങളൊക്കെയും പരിശോധിച്ച് വരുന്നുണ്ട്. നമുക്ക് ലഭിച്ചൊരു SITയിൽ നിന്ന് ലഭിച്ചൊരു വിവരം അനുസരിച്ച് അദ്ദേഹം 74 സ്പോട്ടുകളാണ് പറയുന്നത്. ആ 74 സ്പോട്ടുകളും കുഴിച്ചു പരിശോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം അത്രയും നാൾ നീളും. അതൊരു വലിയ സങ്കീർണമായ പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിലാണ് SIT. എന്തായാലും ഇന്നത്തെ പരിശോധന അതിലുണ്ടാകുന്ന കണ്ടെത്തൽ നിർണായകം തന്നെയാണ്. സ്പോട്ട് 13-ലാണ്
ഇപ്പോൾ ഭൂഗർഭ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവുകൾ സ്പോട്ട് 13 നിന്ന് ലഭ്യമാകുമോ എന്നാണ് SIT നോക്കുന്നത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.